ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫൂഫു മാഷ. എല്ലാവർക്കും ഫൂഫു മാഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. പല ആളുകളുടെയും ഡൗട്ടാണ്, എനിക്ക് ഇത്രയൊക്കെ മാർക്കുകളുണ്ട്, പക്ഷെ ഞാൻ ഏത് എടുക്കണമെന്ന് എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഓരോ സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾ ഉള്ളിലൂടെ ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ സയൻസിനെ പറ്റി അന്വേഷിച്ച സമയത്ത് രണ്ട് ഉത്തരങ്ങളായിരിക്കും കോമൺ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. ഒന്നാമത് ഉത്തരം, നിങ്ങൾക്ക് സയൻസ് എടുത്താൽ ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും പോവാം. ഫോർ എക്സാമ്പിൾ, സയൻസ് എടുത്ത കുട്ടിക്ക് +2 ശേഷം കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ ഒക്കെ പോകാം, ഡിഗ്രി എടുക്കാം, ഏത് കോഴ്സ് വേണമെങ്കിലും എടുക്കാം എന്നൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സയൻസ് എടുത്ത ഒരു കുട്ടിക്ക് ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും +2 ശേഷം പോവാം എന്നുള്ളത് കറക്റ്റാണ്. രണ്ടാമത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ അന്വേഷിച്ച സമയത്ത്, സീനിയേഴ്സിനോടൊക്കെ ചോദിച്ച സമയത്ത് കിട്ടിയിട്ടുണ്ടാവും സയൻസ് എടുത്തത് ബുദ്ധിമുട്ടാണ്, നന്നായിട്ട് പഠിക്കാനുണ്ട് എന്നൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും പല ആളുകളും സയൻസ് തന്നെ എടുക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സയൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി 3 എണ്ണത്തിന് നോക്കുമ്പോൾ അത്യാവശ്യം ടഫ് ഉള്ളതാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്ക് റിസൾട്ടുകൾ നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റത് ഹ്യൂമാനിറ്റീസിനാണ്, അതിനുശേഷം കൊമേഴ്സിനാണ്. ഏറ്റവും കുറവ് കുട്ടികൾ തോറ്റത് സയൻസിനാണ്. ഏകദേശം 83% കുട്ടികൾ സയൻസിന് പാസ്സായിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് കൊമേഴ്സിൽ 76% കുട്ടികൾ മാത്രമാണ് പാസ്സായത്. ഹ്യൂമാനിറ്റീസിലേക്ക് വരുന്ന സമയത്ത് അത് 68 അങ്ങ് ചുരുങ്ങുന്നുണ്ട്. സോ ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സാവുന്നതും നന്നായിട്ട് പഠിക്കുന്നതും സയൻസിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾക്ക് ഒന്ന് ചുറ്റിലും നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. കേരളത്തിൽ എവിടെ പോവുകയാണെങ്കിലും സയൻസിന് ട്യൂഷൻ കൊടുക്കുന്ന ഒരുപാട് സെന്ററുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ കൊമേഴ്സിന് കമ്പാരിറ്റീവ്ലി കുറവാണ്, ഹ്യൂമാനിറ്റീസിനും കമ്പാരിറ്റീവ്ലി കുറവാണ്. പൊതുവെ സയൻസിലേക്ക് വരുന്ന കുട്ടികൾ കൂടുതലും ഫുൾ A+ ഉള്ള കുട്ടികളും അല്ലാത്ത അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിയ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണ് കൂടുതൽ സയൻസിലേക്ക് വരുന്നത്. എന്നാൽ കൊമേഴ്സിലേക്ക് വരുന്ന ആളുകളിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ഉള്ള കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. അതായത് എനിക്ക് കൊമേഴ്സ് എടുത്ത് ഇങ്ങനെ പോകണമെന്ന് ചിന്തിക്കുന്ന 60 കുട്ടികളാണ് ക്ലാസ് റൂമിലെങ്കിൽ ഒരു 5-10 കുട്ടികൾ മാത്രമാണ് അതിലുണ്ടാവുക. ബാക്കിയുള്ള ആളുകൾ എന്തെടുക്കണം, സയൻസ് ഇഷ്ടമല്ലാതെ കൊമേഴ്സ് എടുക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ള ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ക്ലാസ് റൂമിൽ പോവുകയാണെങ്കിലും നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ റിസൾട്ട് ഉണ്ടാവുക. അല്ലാതെ സയൻസ് എടുത്ത വകയിൽ നിങ്ങൾക്ക് ടഫ് ആവും, കൊമേഴ്സ് എടുത്ത വകയിൽ എളുപ്പമാവുന്നൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട. 3 സബ്ജക്റ്റുകളും അല്ലെങ്കിൽ 3 സ്ട്രീമുകളും അത്യാവശ്യം ടഫ് തന്നെയാണ്. അത് നമ്മൾ പഠിക്കുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും നമ്മൾ അതിൽ നിന്ന് നല്ല മാർക്ക് വാങ്ങുന്നത്. ഹ്യൂമാനിറ്റീസിലാണെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങുന്ന, നല്ല രീതിയിൽ പഠിക്കുന്ന ഒരുപാട് മക്കളെ കാണാറുണ്ട്. കൊമേഴ്സിൽ ഇതേ രീതി കാണാറുണ്ട്. ഇനി സയൻസ് എടുക്കണമെങ്കിൽ എത്ര A+ വേണമെന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി കൂടി പറഞ്ഞുതരാം. സയൻസ് എന്ന് പറയുന്ന സ്ട്രീമിൽ മെയിനായിട്ട് വരുന്ന സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയാണ്. ഇതിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന കുട്ടിക്ക് ബയോളജിക്ക് ആവശ്യമില്ല, പകരം അവിടെ കമ്പ്യൂട്ടർ സയൻസ് എന്ന സബ്ജക്റ്റാണ് കയറി വരുന്നത്. കൂടാതെ തന്നെ ഈ 3-4 സബ്ജക്റ്റുകളിൽ A+ ഉള്ള കുട്ടിക്ക് സയൻസ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മുടെ ഈ അലോട്ട്മെന്റിൽ പ്രധാനമായിട്ടും നോക്കുന്നത്, നിങ്ങൾ ഏത് പഞ്ചായത്തിലാണോ നിൽക്കുന്നത് ആ പഞ്ചായത്തിൽ തന്നെയാണ് നിങ്ങൾ സ്കൂൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ 5 മാർക്കോളം നിങ്ങൾക്ക് ഗ്രേഡ് പോയിന്റ് കൂടും. കൂടാതെ തന്നെ നിങ്ങൾക്ക് നീന്തൽ അറിയാവുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ് കിട്ടും. നിങ്ങൾ NSSലോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എക്സ്ട്രാ JRF പോലത്തെ, JRF അല്ലേ നിങ്ങൾക്കറിയാലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ഉണ്ട് എങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റുകൾ കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 10 A+ ഉള്ള ഒരു കുട്ടി മറ്റൊരു പഞ്ചായത്തിലുള്ള ഒരു കുട്ടിയാണ്, ആ കുട്ടിക്ക് നീന്തൽ അറിയില്ല. എന്നാൽ 8 A+ ഉള്ള ഒരു കുട്ടി ഇതേ പഞ്ചായത്തിൽ നീന്തൽ അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷേ ഈ 8 A+ ഉള്ള കുട്ടിക്കായിരിക്കും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഗ്രേഡ് പോയിന്റ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. സോ ഈ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ക്രൈറ്റീരിയകൾ അതിലുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസുകൾ നമുക്ക് ഇനിയും വരുന്ന വീഡിയോകളിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അതുകൊണ്ട് സയൻസ് എടുക്കണമെന്ന് പ്രത്യേകിച്ച് ഇത്ര A+ വേണമെന്നൊന്നുമില്ല. ചിലപ്പോൾ 4 A+ ഉള്ള കുട്ടിക്ക് സയൻസ് കിട്ടും, 3 A+ ഉള്ള കുട്ടിക്ക് സയൻസ് കിട്ടും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി A+ ഉള്ള കുട്ടിക്ക് സയൻസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അല്ലാതെ ഇത്ര പെർസെൻറ്റേജോ അത്ര ഒന്നുമില്ല. പിന്നെ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ച് മാർക്കോ കുറഞ്ഞു പോയെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് 10ാം ക്ലാസ്സിലെ മാർക്ക് എന്ന് പറയുന്നത് +1ലേക്കുള്ള അഡ്മിഷൻ മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കട്ടെ. ബൈ.